ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബെസ്റ്റ് വാട്ടർ കേരളമാണ് കളിക്കാൻ പോണത്. അപ്പോൾ ഇപ്രാവശ്യം വണ്ടി ഓടിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ചേസാണ്. അതെ ഗൈസ്, ഞാൻ തന്നെ ഇന്ന് വണ്ടി ഓടിക്കാൻ പോണത്. ഇതുവരെ കണ്ടില്ലേ, രാത്രി 10 മണിയായി. നമുക്കപ്പോൾ വണ്ടി ഇങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അവിടെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പറപ്പിക്കാം. മുമ്പിൽ ഇനി സിഗ്നലൊക്കെ ഉണ്ട്. നമ്മൾ സിഗ്നൽ എപ്പോഴും ഫോളോ ചെയ്യണം. ചേസ് പിന്നെ ആ ടൈപ്പാണല്ലോ. എന്താണ ഒന്നുമില്ല. എടാ മാർഷലേ, നീ ഇവിടെ ഇല്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വേറെ എന്തോ പണിക്ക് പോയി. എന്തിനാട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സിനിമയിലങ്ങ് കിടക്കണം. പ്രാവശ്യം കണ്ടില്ലേ ഇപ്പോഴും. ഓക്കെ, ഇവിടെ അങ്ങനെ ഗ്രീൻ സിഗ്നലായിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് പോകാം. ഈ രാത്രി ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട്. എടാ ചേസ്, നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. ഇതൊക്കെ കണ്ട് വണ്ടി ഓടിക്കാനേ ഒരു സുഖം. എന്നാൽ ഞാൻ ഗിയറൊക്കെ ഒന്ന് മാറിയിട്ടേക്ക്. എന്തായാലും സുഖത്തിന് പോവല്ലേ, എന്തായാലും സ്പീഡിയൊക്കെ പോവാം. അപ്പോൾ സുഖം കുറച്ച് കൂടും. ഞങ്ങൾക്ക് പോകേണ്ടത് നഗരകത്തല്ല, ഈ ഭൂമിയിൽ തന്നെ ജീവിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഗിയർ ഒന്നിലിട്ട് എടുക്കുക. ഗിയർ 6-ലിട്ട് പോയാൽ മതി. ഇവിടെ ഇപ്പം അധികം വണ്ടികളൊന്നുമില്ലല്ലോ. അത് ശരിയാണ്, ഇവിടെ അധികം വണ്ടികളില്ല. എനിക്ക് ചെറുതായിട്ടൊരു പേടി. എനിക്ക് ചെറുതായിട്ടൊരു പേടിയാവുന്നുണ്ട്. എനിക്ക് രാത്രി എന്താ ഭയങ്കര പേടിയാണ്. അതെനിക്കറിയാം, പക്ഷെ എനിക്ക് പേടിയില്ല. അപ്പം നമ്മുടെ വണ്ടി ഉണ്ടല്ലോടാ. അതല്ല, അകത്ത് ലൈറ്റില്ല. അതാണോ? അതിപ്പം മിസ്നി മൈൻഡ് ആക്കണ്ട. പേടി മാറാനായിട്ട് 2 കാര്യം ചെയ്താൽ മതി. എന്താണ്? പേടിക്കണം. അല്ലാണ്ട് പേടി മാറാൻ ഇപ്പം എന്ത് ചെയ്യാനാ? അത് ശരി, എന്തെങ്കിലും ആവട്ടെ. നമ്മൾ പിന്നെ ഫ്രീ മോഡ് എടുത്തേക്കണ്. നമ്മളല്ല, ചേസിന് പാസഞ്ചേഴ്സിനെ കൊണ്ടുവന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഗൈസ്, എനിക്ക് പാസഞ്ചേഴ്സിനെ കൊണ്ടുവന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ പറഞ്ഞേക്ക്. പിന്നെ നിങ്ങളെ ഈ ഫേവറേറ്റ് പപ്പ ഏതാ, അതും കൂടെ കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്ക്. കേട്ടല്ലോ, അതൊക്കെ അവർ കേട്ടിട്ടുണ്ടാവും. നീ വണ്ടി പിടിച്ചാൽ മതി. ഷേടേ, ഇത് രാത്രി സ്ഥലം കാണാനിപ്പോൾ മുന്നിൽ കേട്ടോ. സത്യം ഈ പുതിയ അപ്ഡേറ്റില്ലേ, ഇവർ രാത്രി അയക്കുന്നുണ്ട്. ഭയങ്കര രസമുണ്ട് കാണാൻ. ഇതെന്തത്? ആ വീട്ടിലേക്ക് ലൈറ്റ് എത്തുന്നില്ലല്ലോ. എനിക്കൊന്നും അവിടെ കരണ്ടില്ലെന്ന്. അത് പിന്നെ അങ്ങനെയാണല്ലോ, രാത്രി ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോകും. അതിപ്പോൾ സ്വാഭാവിക. അവിടെ ചേച്ചേ, വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയേ, ഡീസൽ അടിച്ചിട്ട് പോകാം. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ അധികം ഡീസലില്ല. എന്നാൽ ഡീസലാണോ പെട്രോളാണോ എന്തോ. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, പെട്രോൾ മൊബൈൽ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഡീസൽ വേണം. പിന്നെ ഈ വണ്ടി എവിടെ വെച്ചാൽ ഓഫാവും. പിന്നെ തള്ളാൻ ആളുണ്ടല്ലോ. അണ്ണൻ എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇന്നെ തന്നെ ഉദ്ദേശിച്ചേ. വണ്ടി സ്റ്റോപ്പാക്ക്, എണ്ണ അടിക്ക്. ഫില്ലടിക്കണ? അത്ര വേണ്ട. അടിച്ചോ. ഓക്കെ, നമ്മുടെ വണ്ടി ഇങ്ങനെ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്. ഡീസലാന്ന് തോന്നുന്നുണ്ട് ബസ്സിന്, അതെനിക്കറിയില്ല. അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബസ് ഇപ്പോൾ പെട്രോളായാലും ഡീസലായാലും പോക്കോളും. ഈ ഗെയിമിൽ പിന്നെ ഗ്രാഫിക്സ് കുറച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് രാത്രി ഓടിക്കുമ്പോൾ. ഇവർക്ക് പിന്നെ രാത്രി പേടിയാന്നുകൊണ്ട്. ഞങ്ങളുടെ ചേസിന് പിന്നെ പോലീസ് ആയതുകൊണ്ട് അങ്ങനെ ടെന്നീസ് സ്കാനിന് വെച്ചിട്ട് എന്ത് ആരെ വേണമെങ്കിൽ ഓടിക്കാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് തമ്മിലൊരു ഫോട്ടോയും വേണം, എന്നാൽ മാത്രമേ നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ അധികം ആൾക്കാരെ കാണുന്നില്ല. അതിപ്പോൾ നമുക്ക് അധികം ആൾക്കാരെ വേണ്ട. ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ട് മതി. കാരണം നമ്മുടെ വണ്ടിയിൽ ലിമിറ്റഡ് സ്റ്റോപ്പാണ്. അത് ലിവറി ആയിട്ടതാണ് കേട്ടോ. ഇവിടെ പിന്നെ മുമ്പിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതെന്താ എഴുതിയേക്കണ മോളിജി? ഏഞ്ചലാ? അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ മുമ്പിൽ ഇതായിക്ക എന്താ മറ്റേത് എന്താ പറയുക, സിഗ്നൽ, റെഡ് സിഗ്നൽ അയക്ക. ഓക്കെ, ഇവിടെ ഗ്രീൻ സിഗ്നൽ ആയതുകൊണ്ട് ഓക്കെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം.
ഈ ലെഫ്റ്റ് എടുത്ത് പോവുക. ലിമിറ്റഡ് സ്റ്റോപ്പ് മിക്കവാറും അവിടെ അടിക്കും. നമ്മൾ വന്നപ്പോൾ അന്ന് കുറേ ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അത് ഈ വഴിയാന്ന് തോന്നിട്ടോ, എനിക്ക് ഓർമ്മയില്ല. ഇത് പിന്നെ രാത്രി കാണുന്ന സിറ്റി കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്ത് രസമല്ലേ ഇങ്ങനെ രാത്രി ഓടിക്കാൻ. പക്ഷേ രാത്രിയാകുമ്പോൾ കേരളത്തിൽ കാണത്തില്ല സത്യം. അയ്യോ ഗേസ് നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചാൽ ഇതിലായിട്ട് ചേസ് ഇടിച്ചിട്ടില്ല മരത്തിലും. പിന്നെ ഒരാളെ പോലും ചേസ് പിന്നെ പ്രൊഫഷണൽ ഡ്രൈവറാണ്. ഓ എന്തായാലും എൻ്റെ അത്രയ്ക്കൊന്നുമില്ല, ഇതിൻ്റെ അത്രയ്ക്കുണ്ട്. പിന്നെ നീ എല്ലാവരുടെ മേത്ത് കയറ്റാറില്ലേ? ചേസാണെങ്കിൽ മാന്യമായിട്ട് കൊണ്ടുപിടിക്കുന്നത്, നീയാണെങ്കിൽ വല്ലവരുടെ മേത്ത് കയറ്റും. അതാണ് എൻ്റെ ഹോബി അണ്ണാ, അത് മാത്രം പറയരുത്. എടാ ചേസ് വണ്ടി നിർത്തിയേ എന്തിനാടാ? എനിക്ക് മുള്ളാൻ പോണോ? വാട നിർത്തിയേട്ടാ അവനെ. അല്ല ഇവിടെ എന്താ ഇവിടെ വീണ്ടും സിഗ്നൽ വന്നാ? ഐ അങ്ങനെ വഴിയില്ലല്ലോ, നമുക്കൊന്ന് മുമ്പിൽ കയറി നോക്കി നോക്കാം. ഇവിടെ വണ്ടിയും പറഞ്ഞെടുക്കുന്നുണ്ട്. അതിനിപ്പോൾ എന്താ, ഇവർക്ക് റിങ്കിൽ കൊണ്ടെടുത്താൽ പോലെ. അതിലാവട്ടെ, നമുക്ക് പക്ഷേ ലിമിറ്റഡ് സ്റ്റോപ്പിൻ്റെ ഒരു ഫോട്ടോ വേണം. നമ്മുടെ വണ്ടി ഓഗസ്റ്റിൽ ലിമിറ്റഡ് സ്റ്റോപ്പാണ്, പക്ഷെ നമുക്ക് വേറെ ലിമിറ്റഡ് സ്റ്റോപ്പ് വേണം തമ്മിൽ ഫോട്ടോ എടുക്കാൻ. ഇവിടെ ഞാൻ അധികം ലിമിറ്റഡ് സ്റ്റോപ്പിനെ കാണുന്നില്ല, അത് നല്ല കാര്യമല്ല. അയ്യോ പ്രൈവറ്റ് ബസ് ഭാഗ്യം. ചേസിന് പിന്നെ ക്ലച്ച് ചെയ്യാറിയുന്നതുകൊണ്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട്. അണ്ണാ ഞാനങ്ങ് അണ്ണനേത് സ്ഥലം? ഞാൻ കേരള. അണ്ണൻ കേരളത്തിലാണെങ്കിൽ ഞാൻ ജർമ്മനിയിലാണ്. എന്നിട്ട് ഈ മലയാളമാണല്ലോ പറയണത്. അത് പിന്നെ നമുക്ക് മലയാളം അറിയത്തുള്ളൂ. വളർന്നു അല്ല പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്ക. അണ്ണാ മറ്റേ എന്തെടുക്കാൻ പെട്രോൾ എടുത്ത നീ? ഞാൻ മറ്റേ തമിഴ് ഡയലോഗ് പറയാൻ നോക്കിയതാ, എന്നിട്ട് കിട്ടിയാ? ഇല്ല. എന്നോടെ മിണ്ടാണ്ടിരി, ഓടിക്കുകയാണെങ്കിൽ ഓടിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഓടിക്കാം. വേണ്ട എൻ്റെ പൊന്നെ, അവസാനം ഛർദ്ദിക്കാൻ ആളുണ്ടാവോ? എന്നാൽ മിണ്ടാണ്ടിരി, ഈ ഡയലോഗൊന്നും അടിക്കണ്ട, വണ്ടി ഓടിച്ചാൽ മതി. അല്ല പിന്നെ അവനുണ്ട് അവൻ്റെ തമിഴ് ഡയലോഗുണ്ട്. അത് പിന്നെ ഞാൻ മാസ് കാണിക്കാൻ വേണ്ടി അവൻ്റെ ഒരു മാസ്. നീ വേഗം പോ, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എത്താൻ ഭയങ്കര വൈകും. ഇപ്പം പിന്നെ പതുക്കെട്ടാ പോണ്, കുറച്ച് സ്പീഡ് കൂട്ട്. അണ്ണാ എനിക്കിങ്ങനെ പതുക്കെ പോലെ ശീലമുള്ളൂ. അണ്ണാ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നമ്മൾ പതുക്കെ പോകുള്ളൂ എന്ന്. നീ അപ്പോൾ ഇപ്പം പറഞ്ഞില്ലേ? അത് മതി. ഓഹോ അവിടെ ചേച്ചി വണ്ടി എടുത്തേ, ഞാൻ ഇറങ്ങട്ടെ. അയ്യോ എങ്ങോട്ട് പോവാ? ഞാൻ അപ്പുറത്തെ കൊക്കയിൽ ചാടിച്ചാവാൻ പോവാ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. അത് ചേച്ചിനെ കൊണ്ടല്ലേ? അല്ല നിന്നെ കൊണ്ട്. നീ വെറുതെ അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട അണ്ണാ. എടാ നമ്മൾ ഇതുവരെയായിട്ട് ഒന്നും കഴിച്ചില്ലേ? തുടങ്ങി എണ്ണ തീറ്റ പണ്ടാരം. നീയൊക്കെ ആണെങ്കിൽ വീട്ടിൽ വെഴുങ്ങുമല്ലേ? അതിൽ ഫസ്റ്റത്തെ റാങ്ക് കിട്ടിയത് മാർഷനടിക്കും. അത് നീ പറഞ്ഞ ശരിയാ. ഞാൻ അധികമൊന്നും കഴിക്കാറില്ലല്ലോ. കഴിക്കാറുണ്ട്, പക്ഷെ അധികമൊന്നും കഴിക്കാറില്ല. എന്തോ എങ്ങനെ അത് നമ്മളെ കാർട്ടൂണിൽ ഒരു എപ്പിസോഡ് ഇല്ലേ, പിന്നെ പപ്പ് ട്രീറ്റിനല്ലേ, എന്തൊരു തണുത്ത പപ്പ് ട്രീറ്റൊക്കെ ഫുള്ളായിട്ട് വെട്ടി വിഴുങ്ങി ലാസ്റ്റ് ബോക്സ്. ഞങ്ങൾക്കൊന്നും തന്നില്ല. ഇവൻ ആ സീക്രട്ടായിട്ട് തിന്നു. എന്നിട്ടാണോടാ നീ പകുതിയുള്ളൂ എന്ന് പറയണത്? അത് പിന്നെ എനിക്കറിയണ്ടല്ലോ ലാസ്റ്റ് ബോക്സാണെന്ന്. എന്നിട്ട് ഞാൻ നിങ്ങളോട് സോറി പറഞ്ഞില്ലേ സിനിലി? നീ പറഞ്ഞ്, പക്ഷെ നിന്നോടല്ല പറഞ്ഞ കഴിക്കാൻ, നമുക്കും കൂടെ ബാക്കി വയ്ക്കണ്ടേ? എടാ എനിക്കറിയുന്നില്ലേ അത് ലാസ്റ്റ് ബോക്സാണെന്ന്. നിങ്ങൾ രണ്ടുപേരും മിണ്ടാണ്ടിരുന്നില്ലെങ്കിൽ രണ്ടിനെയും ഞാൻ ലാസ്റ്റ് ആക്കും. വേണ്ട അണ്ണാ, ഈ മാർഷലിനെ കൊടുത്താൽ മതി, എനിക്ക് വേണ്ട. എന്നാൽ മിണ്ടാണ്ടിരുന്നോ. നിങ്ങളതേ ലിമിറ്റഡ് സ്റ്റോപ്പ് കണ്ടുപിടിക്കി. അല്ലെങ്കിൽ വേണ്ട, നീ വേണ്ട. നീ ചേസ് ഇപ്പോൾ വണ്ടി ഓടിക്കല്ലേ, അവിടെ മാർഷൽ കണ്ടുപിടിക്കട്ടെ. അപ്പം കുറേ നേരമായി. ഞാനാ അണ്ണാ, എനിക്ക് ഷുഗറുള്ളവർക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇനിയിപ്പോൾ കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ലടാ. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇത്രയും പെട്ടെന്നാ? നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മിനിറ്റ് പോലും ആയിട്ടില്ല, അപ്പോഴേക്കും ഡെസ്റ്റിനേഷനിലെത്തി. എന്തെങ്കിലും ആവട്ടെ ചേച്ചേ, ഇനി അധികം ദൂരമൊന്നുമില്ല.
ഓ എന്നാലും അണ്ണ ഇത് എന്ത് അവസ്ഥയാ, നമുക്ക് മാത്രമേ നടക്കുന്നുള്ളൂ. എന്തെങ്കിലോട്ടെ. ആ എടാ നമുക്ക് തമ്മൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ ഒരാൾ ഇത് വിളിക്കുന്നുണ്ട്. അതാര്? എടാ ഞാൻ തെറിയും വിളിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്നൊരു സെൽഫി എടുക്കാം. എടാ മാർഷലേ, എന്താണ്ണാ നീയില്ലേ? വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഒരു സെൽഫി എടുക്ക്. അണ്ണാ ഇപ്പം തന്നെ എടുക്കാം. അവിടെ ചേച്ചാ കുറച്ചുകൂടെ മുമ്പിലാക്കിയേ വണ്ടിയാ. വണ്ടി കുറച്ച് വണ്ടി കുറച്ചും കൂടെ റിവേഴ്സ് എടുക്കാണ്ട്. പതിയെ പതിയെ. മതി മതി മതി. ഇപ്പം സെറ്റായി. ഞാനിപ്പോൾ അതിനെ സെൽഫി എടുക്കാം. ബാഗിട്. എടുക്കാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാൻഡ് ന്യൂ സെൽഫി. സെറ്റല്ലേ? സെറ്റാണ്. ഇത്ര എടുക്കാം. ഇന്നാ പിടിച്ചോ. അണ്ണാ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അത് മതി. ഇനി നമുക്കില്ലേ ഈ വീഡിയോ ഒക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.